Soon after this terrible tragedy struck us here in Wayanad, I traveled here with my brother for one of the first times that I was coming here. ഈ വയനാടിൽ ഏറ്റവും വേദനാജനകമായ ദുരന്തം ഉണ്ടായപ്പോൾ തന്നെ ഞാനും സഹോദരനും കൂടി ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു. I had come before, but only during election time. ഞാൻ ഇലക്ഷന് മുമ്പാണ് ഇവിടെ എത്തിയത്. When I came that day, what I saw will never leave me. What I saw that day will never leave me. ഞാൻ ഇവിടെ എത്തിയതിനു ശേഷം ഞാൻ ഇവിടെ കണ്ടത് ഒരിക്കലും എന്നിൽ നിന്ന് വിട്ടുപോവില്ല. You had lost everything. നിങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെട്ടിരുന്നു. Your homes, your families, your schools, your shops, your businesses, everything. നിങ്ങളുടെ കുടുംബങ്ങൾ, നിങ്ങളുടെ ഉറ്റവർ, നിങ്ങളുടെ വീട്, നിങ്ങളുടെ കടകൾ, നിങ്ങളുടെ വ്യാപാര സ്ഥാപനങ്ങൾ എല്ലാം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരുന്നു. And I have said this again and again since that day. But what struck me most was your courage, your pride, and the way every single person here did whatever they could to help you. ഞാൻ അതിനുശേഷം എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്, ഈ ദുരന്തത്തിനിടയ്ക്കും എന്നെ ഏറ്റവും കൂടുതൽ സമാധാനിപ്പിച്ചത് നിങ്ങളുടെ ഒരുമയും നിങ്ങളുടെ ധീരതയും, എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ആ ദുരന്തത്തെ നേരിട്ടതുമാണ്. And the way that all of you stood together, helping each other, no matter what religion you belong to, no matter what different sections you belong to, you all stood together, you supported each other, you gave each other courage, you gave each other love when you needed it most. നിങ്ങൾ ഇവിടെ എല്ലാ വിഭാഗീയതയ്ക്കപ്പുറം, എല്ലാ മതങ്ങൾക്കും രാഷ്ട്രീയത്തിനും എല്ലാം അപ്പുറം ഒരുമിച്ച് നിന്നുകൊണ്ട് പരസ്പരം സഹായിച്ച്, പരസ്പരം സാന്ത്വനമേകി, പരസ്പരം കരുത്തു പകർന്ന് നിങ്ങളെല്ലാവരും ഒരുമിച്ചാണ് ഈ ദുരന്തത്തെ നേരിട്ടത്. I was not your MP then. My brother was. ഞാൻ അപ്പോൾ നിങ്ങളുടെ MP ആയിരുന്നില്ല, എൻ്റെ സഹോദരനായിരുന്നു MP. I am your MP now. ഞാൻ ഇപ്പോൾ നിങ്ങളുടെ MP ആണ്. But between that time and now, I have also become your daughter, your sister, and a member of your family. പക്ഷേ അന്നത്തെ ദിവസം മുതൽ ഇന്നുവരെ ഞാൻ നിങ്ങളുടെ മകളായി, നിങ്ങളുടെ സഹോദരിയായി, നിങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗമായി മാറിയിട്ടുണ്ട്. And I have watched the different struggles you have faced through this period. ഞാൻ ഈ കാലഘട്ടത്തിൽ നിങ്ങൾ അനുഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ സംഘർഷത്തെ, ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകളെ ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. You have faced the struggle to rebuild your family life. നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ തന്നെ വീണ്ടും ബന്ധപ്പെടുത്തുന്നതിന് വേണ്ടി നിങ്ങൾ നടത്തിയ ഏറ്റവും വലിയ ദുരിതം ഞാൻ അറിഞ്ഞിട്ടുണ്ട്. To wake up every morning and carry on without the people you love the most. നിങ്ങളുടെ ഏറ്റവും ഉറ്റവർ, നിങ്ങളുടെ ഏറ്റവും അടുത്തവരില്ലാതെ ഓരോ ദിവസവും എഴുന്നേറ്റ് ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ബുദ്ധിമുട്ടാണ്. You have faced the struggle of not having places to stay, having to move from one place to another, having to live in rented accommodation. നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ഒരു സംവിധാനമില്ലാതെ, നിങ്ങളുടെ പരസ്പരമുള്ള കുടുംബങ്ങളില്ലാതെ നിങ്ങൾ അനുഭവിച്ച ദുരന്തങ്ങൾ നമുക്കറിയാം. I have met proud people like my brother Anayan, who owned farmlands, who was a well-to-do farmer, and after the tragedy had to make ends meet by driving an auto rickshaw. ഇവിടെ ശ്രീ അണ്ണയ്യനെ പോലെ അദ്ദേഹത്തിൻ്റെ കൃഷി മുഴുവൻ നഷ്ടപ്പെട്ട്, എല്ലാ വരുമാനവും നഷ്ടപ്പെട്ട്, അവസാനം ജീവിതമാർഗത്തിന് വേണ്ടി ഓട്ടോ ഓടിക്കേണ്ടുമെന്ന മനുഷ്യനെ ഞാൻ കണ്ടിട്ടുണ്ട്. I have met courageous young people like Hani, who lost his entire family, but as I have said before, turned around and said to me that what he wants to do is provide help to people who have less than him, who are poorer. ഞാൻ ഹനിയെ പോലെ ഏറ്റവും കരുത്തരായ കുടുംബത്തിലെ എല്ലാവരെയും നഷ്ടപ്പെട്ടതിന് ശേഷവും ആ ജീവിതം തിരികെപ്പിക്കാൻ ഏറ്റവും കരുത്തരായിട്ട് ജീവിച്ചവരെ ഞാൻ കണ്ടിട്ടുണ്ട്. And as all of us here on stage have watched you struggle, in our own ways we have tried our best to raise your voices on different platforms, to demand justice for you, and to try to do our best to support you. ഈ വേദിയിലുള്ള എല്ലാവരും ഞങ്ങളെപ്പോലെ തന്നെ നിങ്ങളുടെ നീതി ലഭിക്കുന്നതിന് വേണ്ടി, നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന് വേണ്ടി, നിങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയിട്ടുണ്ട്. We raised your voice in Parliament again and again.
ഞാൻ പാർലമെന്റിൽ ഞങ്ങൾ നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾ വളരെയധികം പ്രാവശ്യം ഉന്നയിച്ചു. All of us MPs went and met the Home Minister demanding that the disaster should be termed a national disaster. ഞങ്ങൾ എല്ലാ എംപിമാരും ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയെ കണ്ട് ഈ ദുരന്തം ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. We wrote letters to the Prime Minister. We protested outside Parliament. ഞങ്ങൾ പ്രധാനമന്ത്രിക്ക് കത്തെഴുതി പാർലമെന്റിന് പുറത്ത് ഞങ്ങൾ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു. And we tried to do whatever we could do to help you, and to support you to rebuild your lives. നിങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി, നിങ്ങളെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടി, നിങ്ങളുടെ ജീവിതം വീണ്ടും കരുപ്പിടിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്തിട്ടു. And I'm proud to say that our efforts also were across party lines. ഞാൻ All അഭിമാനത്തോടെ different political parties did try to help and support you through this period. ഞാൻ അഭിമാനത്തോടു കൂടി പറയുന്നു, എല്ലാ രാഷ്ട്രീയത്തിനും അതീതമായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് നിന്ന് നിങ്ങളുടെ ഈ പ്രശ്നത്തെ നേരിടുന്നതിന് വേണ്ടി, നിങ്ങളുടെ ജീവിതം തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. And as your struggle continues, we will continue to stand by you and support you. നിങ്ങളുടെ ഈ ദുരിതം നിങ്ങൾ മുന്നോട്ട് പോകുമ്പോഴും ഞങ്ങൾ ഒരുമിച്ച് നിന്ന് നിങ്ങളോടൊപ്പം അതിനെ അതിജീവിക്കുന്നതിന് വേണ്ടി ശ്രമിക്കും എന്ന് ഉറപ്പു തരുന്നു. In September, when I was here, I met a group of shop owners who had been affected by the tragedy, and they told me how their businesses had been wiped out. ഞാൻ സെപ്റ്റംബറിൽ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ ഈ ദുരന്തത്തിൽ ബാധിതരായിട്ടുള്ള കുറേയധികം വ്യാപാരികളെ കണ്ടിരുന്നു. എങ്ങനെയാണ് അവരുടെ കച്ചവടം മുഴുവൻ ഈ ദുരന്തത്തിൽ ഇല്ലാതെയായി പോയത് എന്ന് അവരോട് പറഞ്ഞു. We thought that we will try to collect some funds to be able to help them to rebuild their businesses. These were especially small businesses and small shop owners, and I'm happy to say that today we will be giving them a small amount each so that they can start anew. ഞങ്ങൾ അവരെ എങ്ങനെയാണ് സഹായിക്കാൻ കഴിയുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ചിന്തിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഒരു ചെറിയ തുക അവർക്ക് അവരുടെ ആ കച്ചവടങ്ങൾ, ആ ജീവിതം തിരികെ പിടിക്കുന്നതിന് വേണ്ടി, അവരുടെ കച്ചവട സ്ഥാപനത്തിന് വേണ്ടി ചെലവാക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. Shortly after the tragedy, my brother had come here and said that we will build 100 houses for those who have lost their homes. ഈ ദുരന്തം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ സഹോദരൻ ഇവിടെ വന്നപ്പോൾ പറഞ്ഞിരുന്നു, ഈ ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് 100 വീടുകൾ നമ്മൾ നിർമ്മിച്ചു നൽകും എന്ന് പറഞ്ഞിരുന്നു. As your sister, it pained me that this process took as long as it did. ഈ നിങ്ങളുടെ ഒരു അനിയത്തി എന്ന നിലയ്ക്ക് ഈ ഒരു പ്രോസസ്സ്, ഈ ഒരു പ്രക്രിയ നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമയത്ത് ഞാൻ അതിനകത്ത് ഉൾപ്പെട്ടിരുന്നു. It took us time because of a lot of clearances we needed, because of land issues and permissions. But finally, I'm happy to say that today we will be able to make a start on building those houses. അതിന് ഒട്ടേറെ സമയമെടുത്തു. കാരണം ഒട്ടേറെ പേപ്പറുകൾ, അതിനകത്ത് പേപ്പർ വർക്കുകൾ ഉണ്ടായിരുന്നു, കുറേയധികം അനുമതികൾ ലഭിക്കേണ്ടതുണ്ടായിരുന്നു. അതിന് സമയമെടുത്തുള്ളത് ശരിയാണ്. പക്ഷേ ഇന്ന് നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും, ആ വീടുകളുടെ നിർമ്മാണം നമുക്ക് ആരംഭിക്കാൻ സാധിക്കുകയാണ്. It is our objective to provide a 1100 square foot house along with 8 cents of land to each beneficiary. ഓരോ ഗുണഭോക്താവിനും, ഓരോ വ്യക്തിക്കും 8 സെന്റ് സ്ഥലത്ത് ഏകദേശം 1100 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട് നമുക്ക് നൽകാൻ കഴിയുന്നു. We have acquired the land for this at Kunnambatta of Mepadi Panchayat and executed the sale deed. ഇവിടെ നമുക്ക് അതിനുള്ള സ്ഥലം നമുക്ക് ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് മേടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ സാധിക്കും. 3 acres and 24.5 cents has been acquired. 2 acres and 18 cents is in the process of being purchased and will also be completed. 3 ഏക്കർ 24 സെന്റ് നമ്മൾ ഇപ്പോൾ അത് മേടിച്ചു കഴിഞ്ഞു. ഇനി 2 ഏക്കർ 18 സെന്റ് കൂടി നമുക്ക് മേടിക്കുന്നതിനുണ്ട്. അത് ഇതോടൊപ്പം തന്നെ നമുക്കത് പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ്. And the negotiations are over for another 5 acres. So hopefully very soon we will be able to give you the completed houses. 5 ഏക്കറിന് കൂടി വേണ്ടിയുള്ള ആശയവിനിമയങ്ങൾ, സംസാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും എന്ന് വിശ്വസിക്കുന്നു. And I dedicate today, this first day of this project, being on the ground and beginning to sort of take off, to all those who lost their lives,
to all your beloved family members, and I hope that this support that we'll be able to give you will give them peace wherever they are and will give you the opportunity to rebuild your lives again. ഇന്ന് ഈ ഉദ്യമം ഇവിടെ തുടങ്ങുമ്പോൾ നമ്മുടെ ഈ ദുരന്തത്തിൽ നഷ്ടപ്പെട്ടു പോയവരെ, ജീവൻ നഷ്ടപ്പെട്ടവരെ ഞാനിവിടെ നിന്ന് ഓർക്കുകയാണ്. അത് തീർച്ചയായിട്ടും അവരുടെ ആത്മാവിന് ശാന്തി നൽകും. നിങ്ങളുടെ ഉറ്റവർക്ക് ഒരു കിടപ്പാടമുണ്ടാവുന്നു എന്നുള്ളത് അവരുടെ ആത്മാവിന് സമാധാനം ലഭിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. You are truly family to Rahul ji and to me and to our whole family, and we will continue to stand by you, stand with you and struggle with you and support you as you this entire process of rebuilding your lives is completed. നിങ്ങൾ എനിക്കും എൻ്റെ സഹോദരനും എൻ്റെ കുടുംബത്തിനും എൻ്റെ സ്വന്തം കുടുംബാംഗങ്ങളെ പോലെയാണ്. നിങ്ങളുടെ ഈ ജീവിതത്തിൻ്റെ വിഷമഘട്ടത്തിൽ നിങ്ങൾ നടത്തുന്ന ഈ ദുരിതത്തിൽ എല്ലാം ഞങ്ങൾ ഒരുമിച്ച് പങ്കാളിയായി നിങ്ങൾക്കുള്ള പിന്തുണയും നിങ്ങൾക്ക് വേണ്ട സഹായവും അവസാന നിമിഷം വരെ ഞങ്ങൾ ഉണ്ടാവുമെന്ന് ഉറപ്പ് നൽകുന്നു. Thank you very much. നന്ദി. ബഹുമാന്യനായ പി കെ ബഷീർ MLA യുടെ സാന്നിധ്യം പ്രത്യേകം എടുത്തു പറയും.